നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പൂങ്ങോട്ടുകുളത്ത് നിന്ന് തൃക്കണ്ടിയൂരിലേക്ക് പോകുന്ന വഴിയിൽ നഗരസഭ അഴുക്കുചാലിലെ മണ്ണുവാരി റോഡിലിട്ടിരിക്കുന്നത് നീക്കം ചെയ്തു. 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള കേരള സർക്കാരിന്റെ നൂതന ആശയമായ സൂംബ പരിശീലനത്തിന് വാളമരുതൂർ AMLP സ്കൂളിൽ തുടക്കം കുറിച്ചു. സീനിയർ അധ്യാപിക ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തിരുനാവായ മാമാങ്കഭൂമിയിലെ ചരിത്രമതിൽ പൊളിച്ചു നീക്കൽ ആരംഭിച്ചു. കുടക്കൽ ടൈൽ ഫാക്ടറിയുടെ വാവർകുന്ന് തിരുത്തി റോഡിന്റെ ഭാഗത്ത് ചുറ്റുമതിലാണ് റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കുന്നത്. ഏകദേശം 200 വർഷത്തോളം കാലപ്പഴക്കമുള്ള ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസം തിരുനാവായ വില്ലേജ് ഓഫീസർ കിരൺ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കൽ നടപടിക്ക് തുടക്കമിട്ടത്. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഡിജിറ്റൽ മീഡിയകളുടെ സ്വാധീനം ചെലുത്തുന്ന അപകടങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ PP അബ്ദുള്ളക്കുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. തിരൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി ഏരിയ കമ്മിറ്റി അംഗം P മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി T ഷാജി പതാക ഉയർത്തി. ആലത്തിയൂർ MET ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം റൈസപ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഫബി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കടൽ തീരത്ത് കപ്പലുകൾ മുങ്ങുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ ഗുരുതര വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന മൗനത്തിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി താണൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വെന്നിയൂർ നാസറുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠനാരംഭവും ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനവും സയ്യിദ് അബ്ദുൾ റഷീദ് അലി ഷിയാബ് തങ്ങൾ നിർവഹിച്ചു. അൻസാറുൽ ഇസ്ലാം സംഘം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അൽ ഖാസിമി അധ്യക്ഷത വഹിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംസ്ഥാന ജൂനിയർ അക്കാദമിയിലേക്ക് സെലക്ഷൻ നേടി കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഹർഷൻ. പ്രതിഭയ്ക്ക് സ്കൂളിൽ വെച്ച് നടന്ന യാത്രയപ്പ് ചടങ്ങ് വാർഡ് കൗൺസിലർ M മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ നടന്നു. സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. തിരൂർ തുഞ്ചൻ പറമ്പിൽ രാമായണ മാസത്തിൽ 4 ദിവസത്തെ രാമായണോത്സവം നടത്താൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് യോഗം തീരുമാനിച്ചു. മുൻകാലങ്ങളിൽ 10 ദിവസം രാമായണ പ്രഭാഷണങ്ങൾ നടത്തിയതിനു പകരം ദിവസം 2 എണ്ണം വീതം 3 ദിവസങ്ങളിലായി 6 പ്രഭാഷണങ്ങൾ നടത്തും. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.